കേന്ദ്ര സർക്കാരിന്റെ വിവാദമായ PM ശ്രീ സ്കൂൾ നവീകരണ പദ്ധതിയുമായി കേരളം ഔദ്യോഗികമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PM ശ്രീ പദ്ധതിയിൽ പ്രതിപക്ഷത്തിരിക്കെ ഉന്നയിച്ച വാദങ്ങളിൽ മലക്കം മറിഞ്ഞാണ് VD സതീശന്റെ പ്രതികരണം. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലെ വർഗീയ അജണ്ട നടപ്പിലാക്കില്ലെന്നും കേന്ദ്ര ഫണ്ട് വാങ്ങിച്ചെടുക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ സർക്കാർ ഒപ്പിട്ട് പണം വാങ്ങിയതിനാൽ പദ്ധതി തുടരാൻ കേരളം നിർബന്ധിതരാണ്. പാഠ്യപദ്ധതിയും സ്കൂളുകളും സംസ്ഥാനം തീരുമാനിക്കും. കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുള്ള പണം കിട്ടണമെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിന് അവകാശപ്പെട്ട തുകയാണ് കേന്ദ്രത്തോട് ചോദിക്കുന്നത്. അത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, സംസ്ഥാനത്തിന്റെ അവകാശമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് ആദ്യഘട്ടത്തിൽ 106 കോടി രൂപ അനുവദിച്ചിരുന്നതായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ഇതിൽ 99 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ വാങ്ങിയിട്ടുണ്ട്. സമഗ്ര ശിക്ഷാ അഭിയാൻ ഉൾപ്പെടെയുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതികളുടെ ഭാഗമായി 1100 കോടി രൂപ കൂടി കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കാനുണ്ട്. ഈ തുക കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും സംസ്ഥാനത്തിന് ഭരണഘടനാപരമായി അവകാശപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കേന്ദ്ര വിഹിതം തടഞ്ഞുവെച്ച് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന സമീപനത്തിനെതിരെ ശക്തമായ നിലപാട് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീ പദ്ധതിയിലൂടെ കേന്ദ്രത്തിന്റെ തനതായ രാഷ്ട്രീയമോ വർഗീയമോ ആയ അജണ്ടകൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി കർശന മുന്നറിയിപ്പ് നൽകി. കേരളത്തിന് അതിൻ്റെതായ സവിശേഷവും മതനിരപേക്ഷവുമായ വിദ്യാഭ്യാസ ശൈലിയുണ്ട്. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. കേന്ദ്ര പദ്ധതിയുടെ ഫണ്ട് വിനിയോഗിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ തനത് വിദ്യാഭ്യാസ നയവും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമായിരിക്കും വിദ്യാലയങ്ങൾ നവീകരിക്കുക, മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിന് നൽകണം. ഏതൊക്കെ സ്കൂളുകൾ എന്നത് തീരുമാനിക്കാനും സർക്കാരിന് സ്വാതന്ത്ര്യം വേണം. ഇതിനായി ഒരു സമിതിയെ നിയമിച്ചു. എല്ലാ വകുപ്പിലും ഫിനാൻഷ്യൽ അഡ്വൈസറെ നിയമിക്കും. ജോയിന്റ് സെക്രട്ടറി പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PM ശ്രീയിൽ കേന്ദ്രം ഇളവ് അനുവദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് കൂട്ടായി ആലോചിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിയിൽ ഏത് സ്കൂളുകളെ ഉൾപ്പെടുത്തണമെന്ന് സർക്കാർ തീരുമാനിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശയപരമായ നിലപാടുകൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കൺവീനറായും മന്ത്രിമാരായ റോജി M ജോൺ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവർ അംഗങ്ങളായും മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന് പിന്നാലെ PM ശ്രീ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വീണ്ടും കേരളത്തിന് കത്തയച്ചതോടെയാണ് വിഷയം വീണ്ടും ചർച്ചയായത്. PM ശ്രീ പദ്ധതിയിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. PM ശ്രീ വിദ്യാഭ്യാസ നയം മാറ്റേണ്ടി വരില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേന്ദ്ര നിബന്ധനകളിൽ പാഠ്യപദ്ധതി നിർബന്ധമാക്കില്ലെന്നും NCERT പാഠപുസ്തകങ്ങൾ തന്നെ പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. SCERT പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചാലും മതിയാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുവഴി PM ശ്രീയിൽ കേന്ദ്ര നിബന്ധനകൾ മറികടക്കാമെന്നും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു.